ആളിങ്ങനെ വീഡിയോ എടുക്കുന്നേരോ ഈ ചാടും വെള്ളം തെറിച്ച് റിപ്പോർട്ടർ എന്നിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് ഡ്രൈവർ ലൈസൻസ് കൊണ്ട് പോകാൻ പറയും. ഡ്രൈവർ കണ്ടിട്ട് കൂടി ഈ വെള്ളത്തിന്റെ അതിൽ കുണ്ടിച്ചാടുന്നേരോ എന്തായാലും സ്വാഭാവികമായിട്ട് വെള്ളം തെറിക്കും. ഉദാഹരണത്തിന് ഇവിടെ നിന്നും ഒരു ബസ് വരുന്നു, സ്വാഭാവികമായിട്ട് ആ ഡ്രൈവർക്ക് അത് കാണണമല്ലോ. ഒരു ഡ്രൈവിംഗിന്റെ അല്ല നിങ്ങൾ ഇത് പറയുന്നതല്ല, ഡ്രൈവിംഗിന്റെ ഒരു അതല്ലേ ശരി, അത് സംഭവം ശരിയാണ്. യഥാർത്ഥത്തില് അന്ന് റിപ്പോർട്ടർ ശ്രമിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്സുകാരുടെ കൂടി ദുരിതമാണ് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചത്, അല്ലാതെ റിപ്പോർട്ടറുടെ വീട്ടിലേക്കുള്ള ദുരിതം അല്ല. പക്ഷെ അതിൽ രണ്ട് കാര്യം ചിന്തിക്കണം. ഈ വെള്ളത്തിലിരുന്ന് റിപ്പോർട്ടർ വെള്ളം തെറിച്ചാലും അതിലുപരി ഇതിൽ ഈ എത്രയോ കുട്ടികൾ രാവിലെ ITI കുട്ടികൾ നടക്കുന്നുണ്ട്, MSS കുട്ടികൾ നടക്കുന്നുണ്ട്, പിന്നെ യാത്രക്കാർ, വീട്ടുകാർ, ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരു റിപ്പോർട്ടർ മാത്രം വെള്ളം നിറച്ചുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകില്ല. ദൃശ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് മാറിപ്പോയിരുന്നത് അവരുടെ ജീവനാണ് അഭയപ്പെടുന്നത്. ജീവന്റെ കാര്യം പിന്നെ സംസാരിക്കുക. ആദ്യം ഇവിടുത്തെ നാട്ടുകാരുടെ ജീവിതം, കുട്ടികളുടെ കാര്യങ്ങൾ പിന്നെ നോക്കിയാൽ മതി. ഈ സംഭവം ശരിയെന്നല്ല, കുഴി ഇവർ കാണാനില്ല. നിങ്ങൾ നോക്കി ഏത് പൊട്ടനും കാണും കുഴിയൊക്കെ. ഇവിടെ നല്ല ശരിക്കും വാൽസ് റോഡിലാണെങ്കിൽ ബസ്സുകാർ ഓവർ സ്പീഡാണ്. ഇവർ സ്പീഡ് കുറച്ചാൽ പകുതി റോഡും രക്ഷപ്പെടും, ഇവിടുത്തെ ആളും രക്ഷപ്പെടും, ഒക്കെ രക്ഷപ്പെടും. ഓരോ വിചാരം 2 വീലറുകാർ പോകണ്ട, കാറുകാർ പോകണ്ട. അതല്ല ഈ ഒരൊറ്റ 1.5 കിലോമീറ്റർ ഒരു 30 കിലോ സ്കൂൾ ബസ്സും ബാക്കി സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, ഒരു കുഴപ്പമില്ലല്ലോ. ബസ് മാത്രം ഇതിന്റെ മെയിൻ ഘടകം. ഇവരെ വിചാരം റോഡ് പേർക്കാന്നാ.